ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ക്യാൻവാസ് വെച്ച് ഒരു നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. ഒരു കുർത്തിയിൽ ഒരു ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം. അതിന് ഞാനിങ്ങനെ ഒരു നീളത്തിൽ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ആ ക്യാൻവാസിൽ എൻ്റെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത്. താഴോട്ട് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ച്. ഞാനിവിടെ 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 5.5 ഇഞ്ച് എടുക്കുന്നത്. എന്നിട്ട് താഴെയും നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഇതൊരു സ്ക്വയർ ബോക്സായിട്ട് വരയ്ക്കാം. നമ്മളിങ്ങനെ അതൊരു ബോക്സാക്കി വരച്ചു. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള നെക്ക് ഡിസൈൻ ചെയ്യാം. അപ്പം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആം ഹോളിൻ്റെ ഒരു കർവ് എടുത്തിട്ടുണ്ട്. കർവ് എടുത്തിട്ട് ഒരു ഡിസൈൻ ചെയ്യുവാണ്. കർവ് എടുത്തു. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് വളച്ച് വെച്ചു. അപ്പോൾ ഇതൊരു ഇങ്ങനത്തെ ഒരു നെക്കായി. എന്നിട്ട് നമ്മൾ എല്ലാ സൈഡിൽ 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുക. നമ്മൾ എല്ലാ ഭാഗത്തും ഓരോ ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുക. 1 ഇഞ്ച് എന്നിട്ട് ഗ്യാപ്പ് കൊടുത്തിട്ട് മുഴുവൻ നമ്മളിങ്ങനെ ഒന്ന് ഫില്ല് ചെയ്യുക. എന്നിട്ട് നമുക്കിത് വെട്ടാമേ. ഇനി നമ്മളിത് വെട്ടി. ഇത് പുറം ഭാഗം എങ്ങനെ വെട്ടിയാലും സാരമില്ല, നമ്മൾ ആകവശത്ത് സൂക്ഷിച്ച് വെട്ടണം. കറക്റ്റ് ഭാഗത്ത് തന്നെ വെച്ചിട്ട് അകത്ത് നല്ല കറക്റ്റിന് തന്നെ വെട്ടണേ. എന്നിട്ട് നമ്മളിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ആ ലൈനിനെ കൂടെ തന്നെ കട്ട് ചെയ്തിങ്ങെടുക്കണം. നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ആം ഹോൾ കർവ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത നെക്കാണ്. ഇനി നമ്മൾക്കിതെങ്ങനെ തുണിയിൽ ഫിക്സ് ചെയ്യാമെന്ന് കാണിക്കാം. നമ്മളിങ്ങനെ ഒരു സ്ക്വയറിൽ ഷേപ്പിലൊരു തുണി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തിലാണ് ക്യാൻവാസ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. വേണമെങ്കിൽ തെറ്റാതിരിക്കുമെങ്കിൽ ഈ സെൻറ്ററിൽ ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കാം, ഇത് സെൻറ്ററാണെന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ ഈ ഭാഗം, ഈ ഒരു ഗ്ലേസിങ് ഉണ്ടല്ലോ, ആ ഭാഗം ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം. വേണമെങ്കിൽ ഈ ക്യാൻവാസിൻ്റെ സെൻറ്ററും ഒന്ന് കട്ട് ചെയ്ത് വിട്ടു. കട്ട് ചെയ്ത് വിട്ടിട്ട് അപ്പോൾ സെൻറ്ററും മനസ്സിലായല്ലോ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അയൺ ചെയ്താൽ മതി. കറക്റ്റ് ഈ ലൈൻസ് എല്ലാം ഒരുപോലെ ആയിരിക്കണം, ഈ മോൾ ഭാഗവും താഴ്ഭാഗവും. എന്നിട്ട് കറക്റ്റ് നമ്മളിങ്ങനെ അയൺ ബോക്സ് കൊണ്ട് അയൺ ചെയ്യാം. അങ്ങനെ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ നമ്മൾ 4 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയാം. ഒരു 4 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് മതി നമുക്ക് അടിക്കാൻ. അപ്പോൾ 4 ഇഞ്ച് വിട്ട് ബാക്കിയെല്ലാം ഒന്ന് കട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഓരോ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം. ഓരോ ഭാഗത്തും ഈ വളയ്ക്കുന്ന ഭാഗത്തൊക്കെ ഓരോ കട്ടിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തുണി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട്
ഈ ഭാഗം ഇങ്ങനെ മടക്കി അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ കുർത്തിയുടെ നല്ല വശം എടുക്കാം. ഇനി നമ്മുടെ കുർത്തിയുടെ നല്ല വശം നമ്മളിങ്ങനെ നിവർത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ക്യാൻവാസിൻ്റെ ഈ നല്ല വശത്തൊരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെൻറ്ററും ഈ ക്യാൻവാസിൻ്റെ സെൻറ്ററും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഇത് മടക്കിയതിൻ്റെ പാടുണ്ട്, നമ്മൾ കട്ട് ചെയ്തപ്പോൾ മടക്കിയതിൻ്റെ ഒരു പാടുണ്ട്. ഈ താഴ്വശവും ഈ മടക്കിയ ഭാഗത്ത് വരിക, മോൾ വശവും നമ്മളിങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ മെഷീനെ വെച്ചു. എന്നിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക. നേരെ താഴോട്ട് തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ കുത്തി നിർത്തുക. എന്നിട്ട് ഇതൊന്ന് തിരിക്കുക. തിരിച്ചിട്ട് ആ ക്യാൻവാസിൽ കൊള്ളാതെ നമ്മൾ ഈ അരികത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ക്യാൻവാസിൽ കൊള്ളരുത്, ക്യാൻവാസിൻ്റെ അരികത്തൂടെ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ അറ്റം വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തുക. എന്നിട്ട് ഇതൊന്ന് പൊക്കിയിട്ട് ഇത് പിന്നെ ഒന്ന് തിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ അരികത്തൂടെ പിന്നെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ നമ്മൾ ഈ സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ആദ്യം ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ അരികത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. താഴെ വരെ ഇവിടെ കുത്തി നിർത്തി പിന്നെ അവിടുന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ വരെ മതി, സെൻറ്ററിൽ വരെ മതി. സെൻറ്ററിൽ കൊണ്ടുവന്ന് കുത്തി നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തില്ലേ നടുവിൽ സ്ട്രെയിറ്റ് ആയിട്ട്, ആ സ്ട്രെയിറ്റ് ലൈനിൽ കുത്തി തന്നെ ഇതിന് വെളിയിലിറക്കുക. ഇങ്ങനെ നമ്മൾ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് നല്ല വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ രണ്ട് വശവും നീങ്ങിപ്പോകത്തില്ല സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ. ഇനി എന്നിട്ട് നമുക്കിത് 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് കൊടുത്ത് സൂക്ഷിച്ച് കട്ട് ചെയ്യണേ. എന്നിട്ട് 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓരോ കട്ടിങ് കൊടുക്കാം. മുമ്പ് കട്ടിങ് കൊടുത്ത പോലെ പെട്ടെന്ന് തിരിച്ച് നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഓരോ കട്ടിങ് കൊടുക്കണം. സ്റ്റിച്ച് കൊള്ളരുത്, കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ഒരു കാരണവശാലും സ്റ്റിച്ച് കൊള്ളരുത്. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ച് മറിക്കുക. അപ്പോൾ നമ്മൾ നെക്ക് തിരിച്ചിട്ടു. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്യണം. അയൺ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ടിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ മാത്രം അരികത്തൂടൊരു സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് കൊടുക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് അയൺ ചെയ്ത് മാത്രം ഇടുന്നതാണ്. അപ്പം ഇതുപോലെ അറ്റത്തൂടെ സ്റ്റിച്ച് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അയൺ ചെയ്തിട്ടിടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റിച്ച് കാണത്തില്ല. ഇനി നമുക്ക് എന്നിട്ട് ചെയ്യേണ്ടത്, എന്നിട്ട് ഇതിൻ്റെ ഈ നെക്കിൻ്റെ അകവശം എടുക്കുക. അകവശത്ത് നമ്മളിങ്ങനെ ഹെമ്മിങ് ചെയ്ത് ഈ നെക്ക് ഇവിടെ അങ്ങ് ഫിക്സ് ചെയ്യുക. അപ്പോൾ നല്ലതായിട്ടായിരിക്കും നമ്മുടെ നെക്ക് കാണാൻ, നല്ല ഭംഗിയായിരിക്കും. ഈ നെക്ക് ഡിസൈന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യണേ. അപ്പം താങ്ക് യു.